നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കളായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, രാജിവെച്ച ഹരിയാന മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടാർ എന്നിവർ ഈ രണ്ടാം ഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 72 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇന്നലെ BJP പുറത്തിറക്കിയത്. മഹാരാഷ്ട്രയിൽ നിന്നും ഗഡ്കരിയും പീയൂഷ് ഗോയലും ജനവിധി തേടുന്നുണ്ട്. നാഗ്പൂരിലെ സിറ്റിംഗ് MP ആയ നിതിൻ ഗഡ്കരി അവിടെ തന്നെയായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. പീയൂഷ് ഗോയൽ ആവട്ടെ മുംബൈ നോർത്തിൽ മത്സരിക്കും. ഹരിയാനയിലെ കർണൽ മണ്ഡലത്തിൽ നിന്നായിരിക്കും മുൻ മുഖ്യമന്ത്രി കൂടിയായ മനോഹർലാൽ ഖട്ടാർ മത്സരത്തിന് എത്തുക. ഗുജറാത്തിലെ 7 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കർണാടകയിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ രണ്ടാം ഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയായ ബസവരാജ ബൊമ്മെ ഹാവേരിയിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ധാർവാഡ് മണ്ഡലത്തിൽ നിന്നും, BS യെദ്യൂരപ്പയുടെ മകനും നിലവിൽ സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷനുമായ BY രാഘവേന്ദ്ര ശിവമോഗ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. ഉടുപ്പിയിലെ സിറ്റിംഗ് MP കൂടിയായ ശോഭ കരന്തലജ ബംഗളൂരു നോർത്തിലായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷിനെതിരെ BJP സ്ഥാനാർത്ഥിയായ ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഡോക്ടർ CL മഞ്ജുനാഥ് ആണ്. എന്തായാലും 4 സീറ്റുകളിൽ കേരളത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും പൂർത്തിയായിട്ടില്ല. പ്രത്യേകിച്ചും NK പ്രേമചന്ദ്രനും മുകേഷും ഏറ്റുമുട്ടുന്ന കൊല്ലം, എറണാകുളം, ആലത്തൂർ, അതിനോടൊപ്പം വയനാട് മണ്ഡലങ്ങളിലാണ് ഇനി BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ അറിയാനുള്ളത്. നമുക്കറിയാം 2019 BDJS മത്സരിച്ച സീറ്റാണ് വയനാട്. ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിലേക്ക് എത്തുന്നത് കൊണ്ട് ഇവിടെ BDJS അല്ല, മറിച്ച് BJP തന്നെയായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. ഈ മണ്ഡലം BJP ഏറ്റെടുത്തിട്ടുണ്ട്. ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ AP അബ്ദുള്ള കുട്ടി അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും ഇതിലൊന്നും അന്തിമ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ആരെയായിരിക്കും വയനാട്ടിൽ BJP കരുതി വെച്ചിരിക്കുന്നത് എന്നത് ഒരു സസ്പെൻസ് തന്നെയാണ്. നമുക്കറിയാം ഇനി അവശേഷിക്കുന്നത് കൊല്ലം മാത്രമാണ്. ഈ കൊല്ലത്ത് മോദിയുടെ സസ്പെൻസ് തുടരുകയാണ്. അതിന് പിന്നിൽ ചില ആഖ്യാനങ്ങൾ കൂടിയുണ്ട്. കാരണം മോദി കഴിഞ്ഞ മാസം നടത്തിയ ഒരു വിരുന്നുണ്ടായിരുന്നു, ഏറെ വിവാദമായ ഒരു വിരുന്ന്. ആ വിരുന്നിൽ കേരളത്തിൽ നിന്നും പ്രത്യേകിച്ചും INDA എന്ന മുന്നണിയിൽ നിന്നും ക്ഷണം ലഭിച്ച ഏക MP ആയിരുന്നു കൊല്ലത്തിന്റെ സ്വന്തം MP ആയ NK പ്രേമചന്ദ്രൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഫീസ് വരെ വരാമോ എന്നൊന്ന് ചോദിച്ചു. അവിടെ എത്തിയപ്പോൾ നരേന്ദ്രമോദി നേരിട്ടെത്തി തന്നെ ക്യാൻറ്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം വാങ്ങി തന്നു എന്നൊക്കെയാണ് NK പ്രേമചന്ദ്രൻ അത് വിവാദമായ ശേഷം മാധ്യമങ്ങളോട് ഉൾപ്പെടെ വിശദീകരണം നൽകിയത്. എന്നാൽ അതിനു മാത്രം ബന്ധം എന്താണ് മോദിയും പ്രേമചന്ദ്രനും തമ്മിൽ എന്ന ചോദ്യം കേരളത്തിൽ ഉടനീളം കുറെ ദിവസങ്ങൾ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു. നമുക്കറിയാം NK പ്രേമചന്ദ്രൻ ഒരു മികച്ച പാർലമെന്റേറിയൻ ആണ്. അദ്ദേഹത്തിന് നിരവധി തവണ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് പോലും പാർലമെന്റിലെ പ്രകടനത്തിന് അഭിനന്ദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അഭിനന്ദിച്ചിട്ടുള്ള ഒരു MP കൂടിയാണ് NK പ്രേമചന്ദ്രൻ. പക്ഷേ മോദിയുടെ ഈ വിരുന്നിൽ പങ്കെടുത്ത മറ്റു നേതാക്കളുമായി കൂട്ടി വായിച്ചുകൊണ്ടാണ് NK പ്രേമചന്ദ്രനെ വീണ്ടും കേരളം വിവാദത്തിലേക്ക് തള്ളിയിട്ടത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ INDA മുന്നണിയിൽ നിന്നും NK പ്രേമചന്ദ്രൻ മാത്രം മോദിയുടെ വിരുന്നിനെത്തുമ്പോൾ അതിനുണ്ടായ രാഷ്ട്രീയ ആഖ്യാനങ്ങൾ പലതായിരുന്നു. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായോ അല്ലെങ്കിൽ അതിനുശേഷമോ NK പ്രേമചന്ദ്രൻ കൂടി BJP പാളയത്തിലേക്ക് എത്തുമെന്ന തരത്തിൽ പോലും അതിന് ആഖ്യാനങ്ങൾ ഉണ്ടായി. കേന്ദ്ര മന്ത്രിയായ L മുരുകൻ, BJDയുടെ രാജ്യസഭാ അംഗമായ സസ്മിത് പാത്ര, TDPയുടെ MP ആയ റാം മോഹൻ നായിഡു, BSPയുടെ MP ആയ റിതേഷ് പാണ്ഡെ എന്നിവരും ഈ ഉച്ചവിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ BSPയുടെ MP ആയ റിതേഷ് പാണ്ഡെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഖ്യാതി ലഭിച്ച ഈ റിതേഷ് പാണ്ഡെ ഈ വിരുന്ന് നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ BSPയിൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഈ വഴിയെ പ്രേമചന്ദ്രനും പോയേക്കും എന്നുള്ള ഒരു ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. ഇതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അറിയാൻ സാധിക്കും. നിലവിൽ എന്തായാലും BJP വയനാട്ടിലും കൊല്ലത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ 2 മണ്ഡലങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനോടൊപ്പം തന്നെ എറണാകുളവും ആലത്തൂരും ഉണ്ട് എങ്കിൽ പോലും വയനാടിനുള്ള പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനോടൊപ്പം കൊല്ലവും കൂടി വരുന്നുണ്ട്. കാരണം NK പ്രേമചന്ദ്രൻ മോദിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നു. ഇനി എന്തെങ്കിലും ഒരു ചായ്വ് അദ്ദേഹത്തിന് മോദിയോടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നിരവധി ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. എന്തായാലും മോദി സസ്പെൻസ് തുടരുന്നുണ്ട്. കേരളത്തിൽ ആ ഒഴിച്ചിട്ട 4 സീറ്റുകളിൽ പ്രത്യേകിച്ചും വയനാട്ടിലും കൊല്ലത്തും ആരായിരിക്കും
ആയിരിക്കും മത്സരത്തിലെത്തുക, BJPയുടെ സ്ഥാനാർത്ഥിയായി ആര് വരും എന്നുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ദേശീയ തലത്തിൽ പോലും വലിയ പ്രാധാന്യമുണ്ട്.